നിങ്ങളൊരു വലിയൊരു പശുവിനെ ഒന്ന് സങ്കല്പിക്കുക. പശു നാട്ടില് ഗ്രാമീണര് മേയാൻ വിടുന്ന, ഇഷ്ടം പോലെ യഥേഷ്ടം ഭക്ഷിച്ച് സുലഭമായിട്ട് ആഹാരം കഴിച്ച് 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 അതിൻ്റെ വയറൊക്കെ ചേർത്ത് വലിയ സൈസിലെ നാടൻ പശുവിനെ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. കറവ പശു നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഏതാണ്ടൊരു 10-30 വയസ്സ് പ്രായത്തിലെ ഒരു സ്ത്രീ. അപ്പോൾ അവര് ഈ പശുവോളം ഇത്രയും സൈസാണ് അവരുടെ ശരീരം, അവരുടെ ഉടൽ വലിപ്പം. അത്രയ്ക്കും വീതിയും വയറും ഒക്കെ ആയിട്ട് വിരിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മൾ ആരെയും മോശം പറയല്ല, ആരുടെയും ബോഡി ഷെയ്മിങ് അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ പശുവിനോട് ഒരു ഉപമ നടത്തിയത് മാത്രമാണ്, ഉപമിച്ചത് മാത്രമാണ്, ആരെയും ആക്ഷേപിക്കാനല്ല. അപ്പം അത്രയ്ക്കും സൈസുള്ളൊരു സ്ത്രീ, അവർക്ക് പെൻസിൽ പോലെ മെലിയണം, നല്ല ആകാര വടിവ് നേടിയെടുക്കണം, ഫാഷൻ ഷോയിലൊക്കെ കാണുന്ന പെൺകുട്ടികളെ പോലെ ആയിത്തീരണം. ഈ ഉദ്ദേശത്തിൽ അവർ കണ്ട മരുന്നുകളൊക്കെ ആര് പറഞ്ഞാലും മേടിച്ച് കഴിക്കും വണ്ണം കുറയ്ക്കാൻ. അത് അപകടമല്ലേ, അശാസ്ത്രീയമല്ലേ? പിന്നെ ഈ കണ്ട സകല ജിമ്മിലും കയറി ഇറങ്ങും. എന്നിട്ട് അവർ ആ വെയിറ്റ്, ഈ വെയിറ്റ്, അല്ലെങ്കിൽ ഈ ലിഫ്റ്റിംഗ്, ഇതൊക്കെ ചെയ്ത് ഇവർക്ക് വണ്ണം കുറയുന്നില്ല. അങ്ങനെയാണ് എന്നെ സമീപിച്ചത്. മാനസിക തലത്തിൽ ഇവർ വളരെ പിരിമുറുക്കമായി, ഇവർ ഹസ്ബൻഡുമായിട്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ വെയിറ്റ് മാനേജ്മെൻറ്റ്, ഒബിസിറ്റി റിഡക്ഷൻ എന്നത് പട്ടിണി കിടന്നത് കൊണ്ടോ ജിമ്മിൽ മാത്രം പോകുന്നത് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രമോ വണ്ണം കുറയില്ല. ഒരുപക്ഷെ ഈ ലേഡിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും. മറ്റൊന്ന്, പാരമ്പര്യമായിട്ട് ചില വിഷയമുണ്ട്. പിന്നെ കലോറിഫിക് വാല്യൂ ഉള്ള ധാരാളം ഭക്ഷണം കഴിച്ച് ശീലിച്ചിട്ടുണ്ടാവും. കാരണം കുഞ്ഞുനാളിൽ ചിലപ്പോൾ ചില പിരിമുറുക്കങ്ങൾ അത് ഭക്ഷണമായിട്ടായിരിക്കാം ഇവർ അത് സബ്സ്റ്റിറ്റ്യൂഷൻ പകരം വെച്ചത്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ സ്ട്രെസ്സ്, ട്രോമ, ടെൻഷൻസ്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ ശാരീരിക വലിപ്പത്തെ ബാധിക്കും. ഒരുപാട് കാരണങ്ങളുണ്ട് പിന്നിൽ. അപ്പോൾ മാസമുറ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനും ചില കാരണങ്ങൾ കൊണ്ട് ഉള്ളിൽ ഇവർക്ക് ഡിപ്പോസിറ്റ്സ് ആയിട്ട് വണ്ണം കൂടാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. പശുവായിട്ടാണ് ഞാൻ താരതമ്യം ചെയ്തത് ഈ സ്ത്രീയെ. അതിൽ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ ആരെയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, മനുഷ്യ സ്ത്രീയല്ലേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു സ്ത്രീ ഒരുപാട് പറ്റിച്ചിരിക്കുകയാണ് ഇവർ വണ്ണം കുറപ്പിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പലതരത്തിലുള്ള ചികിത്സ, ആയുർവേദവും ഒക്കെ ഇവർ നടത്തി നോക്കി. അങ്ങനെ ഒന്നും വണ്ണം കുറയില്ല. കാരണം അതിന് വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, ഒബിസിറ്റി റിഡക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. അതിന് നമുക്ക് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മരുന്നുമില്ല, ഒരു ഔഷധം ഇല്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, ഒബിസിറ്റി റിഡക്ഷൻ സിസ്റ്റം ഉണ്ട്. പട്ടിണി കിടന്നാലൊന്നും വണ്ണം കുറയില്ല. ജിമ്മിന് മാത്രം പോകുന്നതുകൊണ്ട് വണ്ണം കുറയില്ല. അശാസ്ത്രീയമായിട്ടുള്ള മരുന്നും കൂടിയൊന്നും കഴിക്കരുത്, നിങ്ങൾ രോഗികളായി പോകും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ശരി തന്നെ. ഇതിപ്പോൾ എന്നെ അടുത്ത കാലത്ത് വന്ന് കണ്ട ഒരു പെൺകുട്ടിയുടെ കാര്യം, 30 വയസ്സ് മേളിലുള്ള ഒരു സ്ത്രീയാണ്, വിവാഹിതയാണ്. എന്തായാലും അവർ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ, വണ്ണം കൊണ്ട് തന്നെ അവർക്ക് ബോഡി ഷെയ്മിംഗ് ആണ് സ്വയം. അങ്ങനെയൊന്നും കാര്യമൊന്നുമില്ല, ആരോഗ്യം ആയിരിക്കാം മനുഷ്യർ. എന്തായാലും എൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ അയത്തല്ല മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടും NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് മുഖത്തലയിൽ, സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ കൗൺസിലിങ്ങും സൈക്കോളജിയും സൈക്കോതെറാപ്പിയും അഡോളസെൻ്റ് കൗൺസിലിങ്ങും ചൈൽഡ് സൈക്കോളജിയും ഹിപ്നോതെറാപ്പിയും ഒക്കെ ഉണ്ട്. വന്ന് സേവനം നേടൂ. 9605743596 ആണ് എൻ്റെ നമ്പർ. വിളിക്കുക, വരിക. നമുക്ക് ശാസ്ത്രീയമായിട്ട് വണ്ണം കുറയ്ക്കാനുള്ള ക്ഷമ കാണിക്കുക, നമുക്ക് ചെയ്യാം, വേണ്ടത് ചെയ്യാം. ക്ഷമ കാണിക്കുക, അതാണ് ആവർത്തിച്ച് പറയുന്നത്. തിടുക്കം വയ്ക്കരുത്. വരിക, വെൽക്കം.